ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 22-ാം ദിവസമായ ഇന്ന് പരിശുദ്ധ വലിയ നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ച കൂടിയാണ്. കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ യേശുക്രിസ്തു വളരെ ആശ്ചര്യപൂർവ്വം കാണുകയും അവളുടെ മകൾക്ക് സൗഖ്യം നൽകുന്നതുമായ ഒരു സംഭവത്തെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ ഇവിടെ വിവരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ സ്ത്രീകൾ സമൂഹ മധ്യത്തിൽ അധികമൊന്നും കടന്നു വരാത്ത കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കനാന്യ സ്ത്രീയുടെ മതജീവിതം അല്ലെങ്കിൽ അവളുടെ ജാതി വ്യവസ്ഥയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ തലങ്ങളിൽ കനാന്യ സ്ത്രീ പ്രജാതി സ്ത്രീയായിട്ടും സമൂഹത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ളവളുമായിരിക്കെ യഹൂദനായ ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് യേശു ക്രിസ്തുവിനോട് തന്റെ മകൾക്കു വേണ്ടി സൗഖ്യം അപേക്ഷിക്കുകയാണ്. ഭൂതോപദ്രവത്താൽ വളരെയധികം പ്രയാസത്തിലായിരുന്ന ആ പെൺകുട്ടിയെ അവളുടെ അമ്മയുടെ വിശ്വാസത്തിന്റെ ആഴം ദർശിച്ചപ്പോൾ കർത്താവ് വളരെ അനുഗ്രഹപൂർണമായി ആ പെൺകുട്ടിയെ സൗഖ്യമാക്കുന്ന അനുഭവമാണ് മത്തായി ശ്ലീഹ ഈ ഭാഗത്ത് നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും വനിതാ ദിനമായി ആഘോഷിക്കുന്ന ഈ ദിവസം ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും ജീവിത മാതൃകയും ജാതി മതഭേദമന്യേ വർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാവർക്കും ഒരുപോലെ യേശുക്രിസ്തുവിന്റെ സൗഖ്യം, യേശുക്രിസ്തുവിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാഠം അല്ലെങ്കിൽ ഒരു ധ്യാന ചിന്ത എന്നുള്ളത്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളായ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും പാപത്തെ നീക്കി വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർത്തീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ബോധ്യത്തിലാണ്. അപ്രകാരം നമ്മുടെ ജീവിതം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ വർണ്ണമോ നിറമോ ജോലിയോ ഔദ്യോഗിക പദവികളോ ഒന്നുമല്ല ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവബന്ധിതമായി ജീവിക്കുന്നതിനും ഒരു തടസ്സമായി നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ്. വനിതാ ദിനത്തിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് സ്ത്രീകളുടെ പുരോഗമനപരമായ ജീവിത രീതികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആരാധനാ രംഗങ്ങളിൽ, സാമൂഹ്യ രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിൽ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പ്രവർത്തനവും അവരുടെ ജീവിതവും വളരെയധികം മെച്ചപ്പെടുവാൻ തക്കവണ്ണം ഈ വേദഭാഗം അവരെ ഒരുക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാതൃത്വത്തിന്റെ ഒരു അനുഗ്രഹീതമായ അവസ്ഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. ഒരു കുഞ്ഞ് തന്റെ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നത് പോലെ, ഒരു സഹോദരൻ തന്റെ സഹോദരിയെ സ്നേഹിക്കുന്നത് പോലെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുപോലെ ലോകത്തെങ്ങുമുള്ള സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരെ വിശ്വസിക്കുകയും അവരുടെ ജീവിതത്തിൽ ഉന്നമനമായ പുരോഗമനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകണം. ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസം അപ്രകാരമുള്ളതാണ്. പ്രത്യേകിച്ച് അവളുടെ താഴ്ന്ന ജീവിത രീതികളോ മതപരമായ താഴ്ന്ന അവസ്ഥകളോ ഒന്നും തന്നെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തുവാൻ അവൾക്കൊരു തടസ്സമായിരുന്നില്ല. അതാണ് യേശുക്രിസ്തു അവളിൽ കണ്ട വിശ്വാസം. ആ വിശ്വാസം നമ്മളിൽ ഇന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് സ്ത്രീയുടെ വിശ്വാസമാണെന്ന് കരുതി പുരുഷന്മാർ അതിനെ തുച്ഛീകരിക്കുകയോ അല്ലെങ്കിൽ ഇത് നമ്മുടെ അല്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ കനാന്യ സ്ത്രീയുടെ വിശ്വാസം പോലും നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ വിശ്വാസത്തിന്റെ പരീക്ഷയുടെ കാലഘട്ടമാണ് നോമ്പ് എന്നുള്ളത്. നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുവാൻ, ദൈവത്തെ കൂടുതൽ ധ്യാനിക്കുവാൻ, ദൈവകൃപയുടെ അനുഭവത്തിൽ വളരുവാൻ ഒരുക്കപ്പെടുന്ന കാലമാണ് നോമ്പുകാലം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അപ്രകാരം ഒരുക്കമുള്ളതായി തീരുവാൻ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ കനാന്യ സ്ത്രീയുടെ വിശ്വാസം നമ്മെ ഒരുക്കുന്നതായി തീരണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മളിൽ ധാരാളമായി ഉണ്ടാകും. യേശുക്രിസ്തു നമ്മുടെ വിശ്വാസത്തെ കാണുന്നതാവണം.
യേശുക്രിസ്തു കനാന്യാസ്ത്രീയുടെ വിശ്വാസത്തെ കണ്ടു. എങ്ങനെയാണ്? അവളുടെ വിശ്വാസം അവൾ ഏറ്റുപറഞ്ഞു. യേശുക്രിസ്തുവിന് സാധ്യമാകും എന്നുള്ള അടിയുറച്ച വിശ്വാസം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നോമ്പ് നോക്കുമ്പോൾ ദൈവം കാണുന്നുവെന്നും നമ്മുടെ ജീവിതത്തിന് ഒരു ഉത്തരം ദൈവം തരണമെന്നും നമ്മൾ നിർബന്ധമായി അപേക്ഷിച്ച് അത് വളരെ അനുഗ്രഹീതമായി നമ്മൾ ദൈവത്തോട് യാചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ ദൈവം കാണും. അത് ശുദ്ധീകരിക്കപ്പെടുന്ന വിശ്വാസമാണ്, ജീവിതത്തെ ഉയർത്തുന്ന വിശ്വാസമാണ്, ജീവിതത്തിൽ അടിസ്ഥാനമിടുന്ന വിശ്വാസമാണ് വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. അങ്ങനെ നമ്മൾ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ ദർശിച്ചിരിക്കുന്നു എന്നുള്ള വിശുദ്ധ വേദപുസ്തക വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലൂടെ ദൈവത്തെ കാണുവാൻ, ആ പ്രകാശത്തിന്റെ കതിരുകളിൽ അഭയം പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമാകണമെന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കനാന്യാസ്ത്രീയുടെ വിശ്വാസം വലുതായി ദൈവം കണ്ടപ്പോൾ അവളുടെ മകൾക്ക് സൗഖ്യം വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിലുള്ള വിശ്വാസം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അനേകം അർത്ഥം ദൈവം നൽകും. അത് ധ്യാനിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.